ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഹോട്ടലിംഗ് ട്രാൻസ്ഫോംസിനെ കുറിച്ചിട്ടാണ്. അഥവാ ഹോട്ടലിംഗ് ട്രാൻസ്ഫോംസിൻ്റെ മറ്റുള്ള പേരുകളാണ് KL ട്രാൻസ്ഫോംസ് അല്ലെങ്കിൽ എയ്ഗൺ വെക്റ്റർ ട്രാൻസ്ഫോം. നമ്മൾ ഇതിന് മുമ്പ് 4-5 ട്രാൻസ്ഫോംസിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. DCT, DFT, വാഷ്, ഹഡ്മാഡ് പോലുള്ള ട്രാൻസ്ഫോംസിനെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലുള്ള മറ്റൊരു ട്രാൻസ്ഫോമാണ് ഹോട്ടലിംഗ് ട്രാൻസ്ഫോം. ഇത് അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് KL ട്രാൻസ്ഫോം, അതുപോലെ തന്നെ എയ്ഗൺ വെക്റ്റർ ട്രാൻസ്ഫോംസ്. സോ അതറിഞ്ഞിരിക്കണം. എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പം KL ട്രാൻസ്ഫോം എന്ന് വന്നു കഴിഞ്ഞാൽ അത് ഹോട്ടലിംഗ് ട്രാൻസ്ഫോം ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ മറ്റുള്ള പേരുകളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി എന്താണ് ഈ ഹോട്ടലിംഗ് ട്രാൻസ്ഫോം, അതുപോലെ തന്നെ നമ്മളിപ്പം സാധാരണ രീതിയിൽ പഠിച്ചിട്ടുള്ള DFT, DCT ഒക്കെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. In DCT or DFT, we have fixed metrics, but in KL transform, the transition matrix depends on image. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. DCTയിലും DFTൻ്റെ ഒക്കെ കേസിൽ നമുക്കറിയാം അവിടെ ഒരു ഫിക്സ്ഡ് മെട്രിക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അല്ലേ? ഒരു C എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലേ, 2-dimensional ഇമേജിൻ്റെ DCT അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യാറുണ്ടായിരുന്നത്? C ഇൻറ്റു F എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഇമേജ് ഇൻറ്റു C ട്രാൻസ്പോസ്. ഇവിടുത്തെ C ആയിരുന്നു അടുത്തെന്ത് ട്രാൻസിഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു? എല്ലാത്തിനും സെയിം ആയിരുന്നു, അത് ഫിക്സ്ഡ് ആയിരുന്നു, ഫിക്സ്ഡ് മെട്രിക്സ് ആയിരുന്നു ആ C എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ DCTൻ്റെ കേസിലും DFTൻ്റെ കേസിലും ഒക്കെ ആ C എന്തായിരുന്നു? ഫിക്സ്ഡ് ആയിരുന്നു. പക്ഷേ ഹോട്ടലിംഗ് ട്രാൻസ്ഫോംസിൻ്റെ കേസിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ട്രാൻസിഷൻ മെട്രിക്സ് C എന്ന് പറയുന്നത് ഇവിടെ C ആണ്. ഈ Cൻ്റെ സ്ഥാനത്തുള്ള ഈ ഹോട്ടലിംഗ് ട്രാൻസ്ഫോമിലുള്ള ട്രാൻസിഷൻ മെട്രിക്സ് എന്താണ്? അവിടെ എന്തല്ല, ഫിക്സ്ഡ് അല്ല. അത് ഡിപ്പെൻഡിങ് അപ്പോൺ എന്താണ്? ആ ഇമേജിന്, നമുക്ക് എന്താണോ ഇൻപുട്ടായിട്ട് കിട്ടുന്ന ഇമേജ്, ഏത് ഇമേജിനാണോ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ പെർഫോം ചെയ്യേണ്ടത് ആ ഇമേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്തിരിക്കുന്നത്? ഈ ട്രാൻസിഷൻ മെട്രിക്സ് ഇരിക്കുന്നത്. സോ നമുക്ക് എന്തായിട്ട് വരും? ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ടാവും? ആദ്യം ആ ഒരു ട്രാൻസിഷൻ മെട്രിക്സ് ആദ്യം കണ്ടുപിടിക്കണം. ആ ട്രാൻസിഷൻ മെട്രിക്സ് യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്ഫോർമേഷൻ ആ ഒരു ഇമേജിൽ പെർഫോം ചെയ്യാൻ. സോ ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. പിന്നെ മറ്റൊരു പോയിന്റ് പറയുന്നത് ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസ്ഡ് മെത്തേഡാണ്. ഇതിൽ ഹോട്ടലിംഗ് ട്രാൻസ്ഫോർമേഷനിൽ യൂസ് ചെയ്തിട്ടുള്ളത് സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസ്ഡ് മെത്തേഡാണ്, യൂസ്ഡ് ഫോർ ഇമേജ് കംപ്രഷൻ. അതുപോലെ തന്നെ ഹോട്ടലിംഗ് ട്രാൻസ്ഫോർമേഷൻസ് നമ്മൾ ഇമേജ് കംപ്രഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത് എങ്ങനെയാണ് ഈ ഹോട്ടലിംഗ് ട്രാൻസ്ഫോർമേഷൻ പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. ഇതിനുള്ള സ്റ്റെപ്സാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഫസ്റ്റ് നമുക്ക് അത് ഞാനൊരു ഡിസ്ക്രിപ്ഷൻ പറയാം. ഇറ്റ് വർക്ക്സ് വിത്ത് എ വെക്റ്റർ ഓഫ് ദ കൈൻഡ് xi = AB. അഥവാ ഇതൊരു വെക്റ്റർ നമ്മൾ പറഞ്ഞു എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ദാറ്റ് മീൻസ് ഒരു വെക്റ്റർ എയ്ഗൺ വെക്റ്റർ ട്രാൻസ്ഫോം എന്നൊക്കെ ഇതിൽ മറ്റൊരു പേരുണ്ടെന്ന് പറഞ്ഞു, അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യണം? വെക്റ്റർ xi, നമ്മളിപ്പോൾ ഒരു ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത് സം x വെക്റ്ററാണ്. അഥവാ ആ ഇമേജ് x വെക്റ്റേഴ്സ് ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. x വെക്റ്റേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമേജിലുള്ള കോർഡിനേറ്റ്സ് ഉണ്ടാവുമല്ലോ, XY കോർഡിനേറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. സോ ആ കോർഡിനേറ്റ്സിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ആ x വെക്റ്റർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്. ഇനീഷ്യൽ വാല്യൂ ആർ ദ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ്സ് ദാറ്റ് ഫോംസ് ദ ഒബ്ജക്റ്റ്. അഥവാ ആ ഒരു ഇമേജ് അല്ലെങ്കിൽ ആ ഒരു എന്താണ്, ആ ഒരു ഇമേജ് അതിനാണല്ലോ നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയാം. സോ ആ ഒരു ഇമേജിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒബ്ജക്റ്റ് എന്ന് പറയുക. അതിലുള്ള ഒബ്ജക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ആ ഒരു ഒബ്ജക്ട്സിനെ എന്ത് ചെയ്യുന്നുണ്ടാവും? ഓരോ പോയിന്റ്സിനും അല്ലെങ്കിൽ ഓരോ പിക്സൽസിനെയും കറസ്പോണ്ടിങ് ആയിട്ട് സം കോർഡിനേറ്റ്സ് XY കോർഡിനേറ്റ്സ് ആക്സസ് ഉണ്ടാവും. സോ നിങ്ങൾക്ക് മനസ്സിലാവും എങ്കിൽ എവറി പിക്സൽസ് ഓഫ് ദ ഒബ്ജക്റ്റ് ടു അനലൈസ് ദിസ് വെക്റ്റേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ആസ് x = അഥവാ x വെക്റ്റർ. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? x വെക്റ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് കണ്ടുപിടിക്കാനുള്ള മെക്കാനിസമാണ്. x വെക്റ്റേഴ്സിൽ ക്യാപിറ്റൽ X = x1, x2, etc. xn ആണ്. xi എന്ന് പറഞ്ഞാൽ ഈ x1, x2, etc. xi ആണ്. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെട്രിക്സ് ഫോമിലായിരിക്കും. ദാറ്റ് മീൻസ് ഒരു കോളം മെട്രിക്സ് AB എന്നുള്ള രീതിയിലായിരിക്കും അത് വരുന്നുണ്ടാവുക. വൺസ് ഒബ്റ്റെയിൻ ആൾ ദ വെക്റ്റേഴ്സ്, നമുക്കിങ്ങനെ ഈ x1, x2, etc. ഇങ്ങനെയുള്ള xn വെക്റ്റേഴ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വി നീഡ് ടു കാൽക്കുലേറ്റ് ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓർ മീൻ വാല്യൂ. ദിസ് ക്യാൻ ഡിറ്റർമൈൻ ദ സെൻട്രോയിഡ് ഓഫ് ദ ഒബ്ജക്റ്റ്. ദെൻ അതിനുശേഷം നമുക്ക് ഇങ്ങനെയുള്ള
ഓരോ ഇമേജിൻ്റെ ഓരോ പിക്സൽസിനും ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ പിക്സൽസിൻ്റെയും കോർഡിനേറ്റ്സ് വെച്ചിട്ട് നമുക്കിങ്ങനെ ഉള്ളൊരു വെക്റ്റർ കിട്ടിക്കഴിഞ്ഞാൽ വെക്റ്റേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പിന്നെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മീൻ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. മീനാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എം എക്സ് ഈക്വൽ ടു അല്ലെങ്കിൽ മ്യൂ എക്സ് എന്ന് നമ്മൾ പറയും. എം എക്സ് ഈക്വൽ ടു ഇ ഓഫ് എക്സ്. ദാറ്റ് മീൻസ് ഇ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മീനാണ് കേട്ടോ. ഇ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മീൻ ഓഫ് എക്സ് എന്നുള്ളതാണ്. എക്സ് മീൻസ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ള എക്സ് വെക്റ്റർ. ദെൻ എം എക്സ് ഇ ഓഫ് എക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം മീനാണ്. സോ അത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. 1/n സമ്മേഷൻ എക്സ് കെ ഈക്വൽ ടു 1 to n എക്സ് കെ എന്നുള്ള രീതിയിൽ എഴുതാം. ദാറ്റ് മീൻസ് ഇങ്ങനെയല്ലേ നമ്മൾ എന്ത് ചെയ്യുക? ആവറേജ് കണ്ടുപിടിക്കുക. ദാറ്റ് മീൻസ് മീൻ കണ്ടുപിടിക്കുക എങ്ങനെയല്ലേ? ടോട്ടലിനെ എന്ത് ചെയ്യും? ടോട്ടൽ കണ്ടുപിടിക്കും. സമ്മേഷൻ കണ്ടുപിടിച്ചിട്ട് അതിനെന്ത് ചെയ്യും? ക്യാപിറ്റൽ എൻ കൊണ്ട് എത്ര നമ്പർ ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ. സോ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? മീൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കാൽക്കുലേറ്റ് കൊവേരിയൻ മെട്രിക്സ് ആണ്. കൊവേരിയൻസ് മെട്രിക്സ് ഐഡൻറ്റിഫൈ എന്നുള്ളതാണ്, കണ്ടുപിടിക്കുക എന്നുള്ളതാണ് തേർഡ് സ്റ്റെപ്പ്. ഏത് യൂസ് ചെയ്തിട്ട്? നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചിട്ടുള്ള എക്സ് വെക്ടർ യൂസ് ചെയ്തിട്ടും അതുപോലെ തന്നെ മീൻ രണ്ടാമത്തെ സ്റ്റെപ്പിലുള്ള മീൻ വെച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യുക? കൊവേരിയൻസ് മെട്രിക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. കൊവേരിയൻ മെട്രിക്സിൻ്റെ ഇക്വേഷനാണ്, കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് സി എക്സ് ഈക്വൽ ടു ഇ ഓഫ് എക്സ്. ഇ മീൻസ് മീൻ ഓഫ് എക്സ് മൈനസ് എം എക്സ് എക്സ് മൈനസ് എം എക്സ് ഓഫ് ട്രാൻസ്പോസ്. സോ എന്തൊക്കെ ചെയ്യേണ്ടത്? ഈ എക്സ് മൈനസ് എം എക്സ് കണ്ടുപിടിക്കുക. ദാറ്റ് മീൻസ് നമ്മളുടെ ഓരോ എക്സ് വാല്യൂസിൽ നിന്നും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എം എക്സ് വാല്യൂ മൈനസ് ചെയ്തതിന് ശേഷം അതിനെ ഏതിനോട് കൂടി മൾട്ടിപ്ലൈ ചെയ്യുക? എക്സ് മൈനസ് എം എക്സിൻ്റെ ട്രാൻസ്പോസിനോട് കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ആ കിട്ടുന്നതിൻ്റെ ഒക്കെ എന്താണ്? അങ്ങനെ ഓരോന്നിൻ്റെയും കിട്ടുമല്ലോ നമുക്ക്, അതിൻ്റെ മീൻ വാല്യൂ. ദാറ്റ് മീൻസ് അതാണ് ഞാൻ രണ്ടാമത്തെ സ്റ്റെപ്പിൽ മീനെ എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്തതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ. സോ നമ്മൾ തേർഡ് സ്റ്റെപ്പിൽ കൊവേരിയൻസ് മെട്രിക്സ് കണ്ടുപിടിക്കുക. ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. മീൻ ഓഫ് എക്സ് മൈനസ് എം എക്സ്. സോ അതുകൊണ്ടാണ് നമ്മൾ എം എക്സ് ഇവിടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. എക്സും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓരോ എക്സ് വാല്യൂസും എക്സ് വാല്യൂസും നമുക്കറിയാം. എക്സ് മൈനസ് എം എക്സ് ഓഫ് ട്രാൻസ്പോസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മീൻ വാല്യൂ. ദെൻ ഫോർത്ത് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് എയ്ഗൺ വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എയ്ഗൺ വാല്യൂസ് ഓഫ് നമ്മളിപ്പോൾ കൊവേരിയൻസ് മെട്രിക്സ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ആ കൊവേരിയൻസ് മെട്രിക്സിൻ്റെ എയ്ഗൺ വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫോർത്ത് സ്റ്റെപ്പ്. ഈ എയ്ഗൺ വാല്യൂസ് കണ്ടുപിടിക്കുന്നത് എന്തിനാണ്? ടു കാൽക്കുലേറ്റ് ദ എയ്ഗൺ വെക്റ്റർ വി യൂസ് ദ ലാംഡ എയ്ഗൺ വാല്യൂസ് ആൻഡ് റീപ്ലേസ് ദം ടു സോൾവ് ദ ഇക്വേഷൻ സിസ്റ്റം. സോ എയ്ഗൺ വെക്റ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എയ്ഗൺ വാല്യൂസ് നമ്മൾ ഈ കൊവേരിയൻസ് മെട്രിക്സിൻ്റെ എയ്ഗൺ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. സോ അതിനുള്ള ഇക്വേഷനാണ് നമുക്ക് അറിയുന്നതാണ്. മാത്സ് പഠിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ ഒരു സി എക്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള കൊവേരിയൻസ് മെട്രിക്സ് മൈനസ് ലാംഡ ഐ ചെയ്ത് കഴിഞ്ഞാൽ, ഐ മീൻസ് എന്താണ്? ഐഡൻറ്റിറ്റി മെട്രിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് എന്ത് കിട്ടും? എയ്ഗൺ വാല്യൂസ്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള എയ്ഗൺ വാല്യൂസ് കിട്ടും. ദെൻ ഈച്ച് ഇക്വേഷൻ സിസ്റ്റം റിട്ടേൺ വാല്യൂസ് ദാറ്റ് വി മസ്റ്റ് ഗ്രൂപ്പ് ഇൻ വൺ എയ്ഗൺ വെക്ടേഴ്സ്. സോ നമ്മളിങ്ങനെ എയ്ഗൺ വാല്യൂസ് കിട്ടുന്നതിന് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എയ്ഗൺ വെക്ടേഴ്സ്. സോ അത് ഗ്രൂപ്പ് ചെയ്താണ് നമ്മൾ ഫിഫ്ത്ത് സ്റ്റെപ്പിൽ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യും? എയ്ഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കും. ഇ എക്സ് ഇതാണ് എയ്ഗൺ വെക്ടേഴ്സ്. എയ്ഗൺ വാല്യൂസ് ആയിട്ടുള്ള V1ഉം V2ഉം Vn എത്രയാണോ ഉള്ളത് അതുവരെയുള്ളത് ഗ്രൂപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? എയ്ഗൺ വെക്ടർ കണ്ടുപിടിക്കും. സോ എയ്ഗൺ വാല്യൂസ് ആർ ആൾവേസ് റിലേറ്റഡ് വിത്ത് എയ്ഗൺ വെക്ടേഴ്സ്, നമുക്കറിയുന്നതാണ്. ദെൻ നമ്മൾ പറഞ്ഞു ലാംഡ1 എന്തായിരിക്കും? E1ഉമായിട്ടും എന്തായിരിക്കും? ലാംഡ2 ഈക്വൽ ടു E2 ആയിരിക്കും. ലാംഡn En-ഉമായിട്ട്. ദാറ്റ് മീൻസ് ഓരോന്നും എന്തായിരിക്കും? ഓരോ എയ്ഗൺ വാല്യൂസിന് റിലേറ്റഡ് ആയിരിക്കും ഓരോ ലാംഡ1ഉം ഓരോ ലാംഡാസും. ഓക്കെ, ആ ഒരു കാര്യം എന്ത് ചെയ്യാമെന്ന് ഓർത്തു വെക്കാം. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു എയ്ഗൺ വെക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പം ഏറ്റവും വലിയ എയ്ഗൺ വാല്യൂസാണ്, ഏറ്റവും വലിയ ലാംഡ വാല്യൂസാണ് നമ്മൾ എന്ത് ചെയ്യെടുക്കുക? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് അതാണ് ഏറ്റവും വലിയ എയ്ഗൺ വെക്ടേഴ്സിന് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി എടുക്കുക. ഇവിടെ പറയുന്നുണ്ട് construct the transformation matrix from our eigenvector. To do that, we need to order our eigenvalues from higher value to lowest and do the same with their corresponding eigenvectors.
നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഓർഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അഥവാ എയ്ഗൺ വാല്യൂസിന് കൂടുതൽ നിന്നും കുറഞ്ഞു, ഹയസ്റ്റിൽ നിന്നും ലോവസ്റ്റിലോട്ട് എന്ത് ചെയ്യുക, ഓർഡർ ചെയ്യുക. അതേപോലെ തന്നെ എയ്ഗൺ വെക്ടേഴ്സിനും ഓർഡർ ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫോർമേഷൻ പെർഫോം ചെയ്യേണ്ടത്. ദെൻ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എ ആണ് കേട്ടോ. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഓരോ എയ്ഗൺ വെക്ടേഴ്സിൻ്റെയും ട്രാൻസ്പോസ് എടുത്തതാണ്. E1 ട്രാൻസ്പോസ്, E2 ട്രാൻസ്പോസ്, En ട്രാൻസ്പോസ്, ഒരു കോളം മെട്രിക്സ് എന്നുള്ള രീതിയിൽ എടുക്കാം. ഹിയർ വി പ്ലേസ് എയ്ഗൺ വെക്ടേഴ്സ് ട്രാൻസ്പോസ്ഡ് ഇൻ ദ ന്യൂ മെട്രിക്സ്. ദെൻ നമുക്ക് എയ്ഗൺ അഥവാ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഡറിംഗ് ട്രാൻസ്ഫോർമേഷൻ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാൻ പറ്റും. അങ്ങനെ പെർഫോം ചെയ്യാം, y = a, ദാറ്റ് മീൻസ് എയ്ഗൺ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഇൻറ്റു x മൈനസ് മ്യൂ എക്സ്, ദാറ്റ് മീൻസ് ആ ഒരു ഇമേജിൻ്റെ അതും വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ y = ന്യൂ ഇമേജ്, നമുക്ക് പുതിയൊരു ഇമേജ് അവിടെ ട്രാൻസ്ഫോർമേഷൻ y നമുക്കത് കിട്ടും. ദെൻ നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആവുന്നത് കൂടുതൽ ക്ലിയർ ആവും ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ. നമ്മൾ എക്സാമ്പിൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഒരു ഇമേജിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും x1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്, ആക്സസ് ഉണ്ട്. അതുപോലെ തന്നെ x2 എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊന്നുമുണ്ട്. സോ ഇതിൻ്റെയൊക്കെ എന്താണ് പൊസിഷൻസ്, ഇത് ഈ x1സും x2സും അഥവാ അതിൻ്റെ എന്താണ് നമ്മൾ എന്താ പറയുക, കോർഡിനേറ്റ്സ് ആണ്. സോ അതിൻ്റെ വാല്യൂസ് 0 1 2 3 0 1 2 3 എന്നിവരെയാണ് ഉള്ളത്. 4 വാല്യൂസ് ആണ് ഉള്ളത്. ഈ x1 കോളം ആയിട്ടാണ് എടുത്തിട്ടുള്ളത്, x2 എടുത്തിട്ടുള്ളത് റോ ആയിട്ടാണ്. ഇതിൽ കുറേ ഈ ഒരു ഇമേജിൽ 0 1 വാല്യൂസൊക്കെ ഓരോ സ്ഥലങ്ങളിലായിട്ടുണ്ട്. 0 റെപ്രസെൻ്റ് ചെയ്യുന്നത് നമുക്കറിയാം ബ്ലാക്കിനെയാണ്, 1 റെപ്രസെൻ്റ് ചെയ്യുന്നത് വൈറ്റിനെയാണ്. സോ ഈ 1 1 1 1 എന്നുള്ള കേസിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ ഇവിടെ എന്തൊരു ഒബ്ജക്ട്സ് ഉണ്ട്, ഈ ഒബ്ജക്ട്സിനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിട്ടുള്ളത്. ഈ ഒരു ഒബ്ജക്ട്സ് ഉള്ള ഈ ഒരു ഇമേജ് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ പെർഫോം ചെയ്യേണ്ടതുണ്ട്. ഹോട്ട്ലിംഗ് ട്രാൻസ്ഫോർമേഷനാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എ ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ആദ്യം എ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ വൈറ്റ് പിക്സൽ ആയിട്ടുള്ള 0ഉം 1ഉം ഒക്കെ ആണല്ലോ ഉള്ളത്. സോ ഓരോ പിക്സൽ വാല്യൂസ് ആയിട്ടുള്ളത്. സോ നമുക്കറിയാം 1 ആണ് വൈറ്റ് എന്നറിയാം. വൈറ്റ് പിക്സൽ വാല്യൂസിൻ്റെ പൊസിഷൻസ് ആണ് നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത്. സോ എക്സ് വെക്ടർ കണ്ടുപിടിക്കുമ്പോൾ ക്യാപിറ്റൽ എക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, x1, x2, x3, x4. ഇവിടെ 4 ആണുള്ളത്, ടോട്ടൽ 4 ആണല്ലോ ഉള്ളത്. 0 ഇവിടെ എന്തുണ്ട്, 1 2 3 4 വാല്യൂസിലാണ് 1 വന്നിട്ടുള്ളത്. സോ 4 ആണ്, 4 വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക. x1 ഈ ഒരു ഇതിന് x1 ആക്കി എടുത്താൽ ഇത് x2, ഇത് x3, ഇത് x4. ഇതിന് ഓരോന്നിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ്സ് നോക്കിയാൽ മതി. സോ വരുന്നത് x1 നോക്കുക. ഫസ്റ്റ് നമ്മൾ ഈ ഒരു 1നെ x1 ആക്കി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, അതിൻ്റെ കോർഡിനേറ്റ്സ് നോക്കുക. ആദ്യം നോക്കേണ്ടത് കോളമാണ്. കോളം നോക്കുന്ന സമയത്ത് നമുക്ക് 1 കിട്ടും. റോയിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ്സ് നോക്കുമ്പോൾ 2 കിട്ടും. സോ 1 2 എന്നുള്ളത് എന്ത് ആയിരിക്കും, നമ്മളൊരു കോളം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഫോമാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, AB എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഫോമാറ്റ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, x2 അടുത്ത 1ൻ്റെ കേസിലും നോക്കുന്നു. x2 ഇതിപ്പോൾ ഞാൻ x2 ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇതെന്ത് വരും, 2 ആദ്യം കോളം നോക്കുക, 2 1. സോ 2 1 എന്നുള്ള രീതി x2 ആയിട്ട് വരും. x3 ഇതാക്കി എടുത്തു കഴിഞ്ഞാൽ 2 2 x3. ഓരോ 1നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ്സ് നോക്കുക. x4 ഈ 1, ദാറ്റ് മീൻസ് 3 1 എന്നുള്ള രീതിയിൽ നമ്മൾ കോളം മെട്രിക്സ് ആയിട്ട് എഴുതും. കാരണം ഇത് ഈ ഒരു രീതിയിലാണ് എഴുതാൻ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. xi = എന്ത്, a കോളം മെട്രിക്സ് b എന്നുള്ള രീതിയിലാണ് എഴുതാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ നമ്മൾ ഓരോ പിക്സൽസിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എക്സ് വെക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇതെന്താണ്, ഓരോ ഒബ്ജക്റ്റിൻ്റെ പൊസിഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സ് വെക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, ഓരോ xiൻ്റെ വാല്യൂസും കിട്ടി, ക്യാപിറ്റൽ X എന്ന് പറഞ്ഞിട്ടുള്ള വെക്ടറും കിട്ടി. ഇത് നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് നമുക്കറിയാം, മീൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. mx അല്ലെങ്കിൽ μx ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. μx എന്ന് കണ്ടുപിടിക്കും, നമുക്കറിയുന്നതാണ്. ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്കറിയാം ഇതിൻ്റെ കോളം വാല്യൂസിൻ്റെ മീൻ കണ്ടുപിടിക്കാം. റോ വാല്യൂസിൻ്റെ മീനും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു എക്സ് വെക്ടറിൻ്റെ മീൻ കിട്ടും. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കോളം വാല്യൂസ് അഥവാ 1 ഓരോന്നിലുള്ള കോളം വാല്യൂസ് 1 2 2 3
ഇതിനെ മൊത്തം ആഡ് ചെയ്യുന്നു, എനിക്ക് 8 കിട്ടും. ബൈ ടോട്ടൽ എത്രയാണ് ഉള്ളത്? 4 അല്ലേ ഉള്ളത്. സോ 8/4 = 2 കിട്ടും. അത് ഞാനായിരിക്കും ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് വരിക. ദെൻ താഴെയുള്ളത് ദാറ്റ് മീൻസ് റോ വാല്യൂസിൻ്റെ മീൻ കണ്ടുപിടിക്കുന്നു. 2 + 1 + 2 + 1 ദാറ്റ് മീൻസ് 3 × 6 ആയിട്ട് ബൈ 4 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 1.5 എന്ന് കിട്ടും. സോ അതാണ് ഇവിടെ ഈ മീൻ മെട്രിക്സ്, മീൻ വെക്ടേഴ്സിൽ വരുന്നുണ്ടാവുക. സോ എനിക്കിവിടെ മീൻ ഓഫ് എക്സ്, ഈ എക്സ് എന്ന് മറ്റുള്ള വെക്ടറിൻ്റെ മീൻ എനിക്ക് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തു. 2 and 1.5 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെട്രിക്സ്. ദെൻ നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു മ്യൂ എക്സും ദാറ്റ് മീൻസ് മീനും അതുപോലെ തന്നെ എക്സ് വെക്ടറും യൂസ് ചെയ്തിട്ട് കോവേരിയൻസ് മെട്രിക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. കോവേരിയൻസ് മെട്രിക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് ഇക്വേഷൻ നമ്മളവിടെ സ്റ്റെപ്സ് പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ്. CX ആണ് കോവേരിയൻസ് മെട്രിക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് മീൻസ് എന്താണ്? മീൻ ഓഫ് xi - mx, ഓരോ xi വാല്യൂസിൽ നിന്നും mx ദാറ്റ് മീൻസ് മീന് കുറച്ചിട്ടുള്ളത് ഇൻറ്റു എന്താണ്? അത് ഓരോ xi വാല്യൂസിൽ നിന്നും മീൻ കുറച്ചതിൻ്റെ ട്രാൻസ്ഫോംസ്, അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ ഓരോന്നിൻ്റെയും എന്ത് ചെയ്യുക? മീൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതാണ് എന്ത് വരിക? കോവേരിയൻസ് മെട്രിക്സ് ആയിട്ട് വരിക. സോ നമുക്ക് ഓരോ കേസ് നോക്കാം. ഇവിടെ നമുക്കറിയാം എത്ര xi വാല്യൂസ് ഉണ്ട്. ദാറ്റ് മീൻസ് x1 ഉണ്ട്, x2 ഉണ്ട്, x3 ഉണ്ട്, x4 ഉണ്ട്. സോ 4 എണ്ണം വരും അല്ലേ? 4 C1 കിട്ടും, C2 കിട്ടും, C3 കിട്ടും, C4 4 കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 4 കണ്ടുപിടിക്കാം. ഇവിടെ ആദ്യം നമുക്ക് C1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം C1 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ x1 - C1 എന്ന് പറയുന്നത് എന്തായിരിക്കും? മീൻ ഓഫ് എന്തായിരിക്കും? x1 - mx ദെൻ x1 - mx ഓഫ് ട്രാൻസ്പോസ് ആയിരിക്കും. സോ ആദ്യം തന്നെ x1 - mx കണ്ടുപിടിക്കുന്നു. x1 - mx എങ്ങനെ കിട്ടും? x1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 1 2 ആണ് അല്ലേ? 1 2 ആണ്. mx എന്താണ്? 2 1.5 ആണ്. സോ 1 - 2 എത്ര ഇട്ടാ? -1. 2 - 1.5 എത്ര ഇട്ടാ? 0.5. സോ നമുക്ക് അങ്ങനെ എന്ത് കിട്ടും? x - mx കിട്ടും. ദെൻ x - mx ട്രാൻസ്പോസ് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് C1 വാല്യൂ കിട്ടും. x - mx ട്രാൻസ്പോസ് എന്തായിരിക്കും? ഇവിടെ കോളം മെട്രിക്സ് ആണ്. നേരെ എന്തെങ്കിലും ട്രാൻസ്പോസ് കാണുന്ന സമയത്ത് അതിൻ്റെ അതേ വാല്യൂസ് വെച്ചിട്ട് വിത്ത് എന്താവും? റോ മെട്രിക്സ് ആവും. സോ കോളം മെട്രിക്സ് എന്തെങ്കിലും ട്രാൻസ്പോസ് ചെയ്താൽ റോ മെട്രിക്സ് ആവും, റോ മെട്രിക്സ് ട്രാൻസ്പോസ് ചെയ്താൽ കോളം മെട്രിക്സ് ആവും. സോ ഇവിടെ കോളം മെട്രിക്സ് ആണുള്ളത്. അത് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ -1 0.5 എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഇതിനെ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? C1 കിട്ടും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? -1 0.5 × -1 0.5 ചെയ്തിട്ട് ഇതിന് മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യുന്നു. മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും? നമുക്ക് -1 × -1 ദാറ്റ് മീൻസ് 1 -1 × 0.5 -0.5 -0.5 0.5 × -1 -0.5 0.5 × 0.5 0.25 എന്നുള്ള രീതിയിലുള്ള 2/2 മെട്രിക്സ് നമുക്ക് ഇവിടെ കിട്ടും. കാരണം അതെന്താണ്? 2/1 മെട്രിക്സ് × 1/2 ആണ്. സോ നമുക്ക് എന്താ കിട്ടുക? 2/2 ആണ് കിട്ടുക. നമുക്കറിയുന്നതാണ്. അങ്ങനെ നമുക്ക് C1 × 2/2 കിട്ടും. അതേപോലെ തന്നെ C2 കണ്ടുപിടിക്കുക. C2 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നാം പറഞ്ഞ പോലെ തന്നെ കണ്ടുപിടിക്കുമ്പോൾ എന്ത് കിട്ടും? ഫസ്റ്റത്തെ എന്ത് കിട്ടും? ദാറ്റ് മീൻസ് x2 - mx എന്ത് കിട്ടും? 0 -0.5 കിട്ടും. x2 - mx ഓൾ ട്രാൻസ്പോസ് എന്ത് കിട്ടും? 0 × 0 -0.5 കിട്ടും. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ളൊരു മെട്രിക്സ് കിട്ടും. അതേപോലെ തന്നെ C3 കണ്ടുപിടിക്കാൻ പറ്റും. C4 കണ്ടുപിടിച്ചു. സോ നമുക്ക് C1 C2 C3 C4 കിട്ടി. സോ അതിൻ്റെ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാലും ഇനി എങ്ങനെ നമുക്ക് അതിൻ്റെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോവേരിയൻസ് മെട്രിക്സ് ആയിട്ടുള്ള CX ആണ് കണ്ടുപിടിക്കേണ്ടത്. C1 C2 C3 C4 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മീൻ കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? CX കിട്ടും. സോ ഈ മീൻ ഓഫ് ആൾ C മെട്രിക്സസ് നമുക്ക് പെർഫോം ചെയ്താൽ മതി. സോ ഓരോന്നും എങ്ങനെ CX എങ്ങനെ കണ്ടുപിടിക്കും? ഫസ്റ്റ് C1 C2 C3 C4. സോ അതിൽ CXയുടെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ C1 ഫസ്റ്റ് എലമെൻറ്റ്, C2 ഫസ്റ്റ് എലമെൻറ്റ്, C3 ഫസ്റ്റ് എലമെൻറ്റ്, C4 ഫസ്റ്റ് എലമെൻറ്റിൻ്റെയും മീൻ കണ്ടുപിടിക്കുക. അതായിരിക്കും CXയുടെ ഫസ്റ്റ് എലമെൻറ്റ്. C1 സെക്കൻഡ് എലമെൻറ്റ്, C2 സെക്കൻഡ് എലമെൻറ്റ്, C3 സെക്കൻഡ് എലമെൻറ്റ്, C4 സെക്കൻഡ് എലമെൻറ്റ് ഇതിൻ്റെയൊക്കെ മീൻ കണ്ടുപിടിച്ചിട്ട് അതായിരിക്കും എന്ത് വരിക? CXലെ സെക്കൻഡ് എലമെൻറ്റ്. സോ ഇവിടെ നോക്കൂ, 1 ഫസ്റ്റ് എലമെൻറ്റ്, 1 + 0 + 0 + 1 ദാറ്റ് മീൻസ് 2 ടോട്ടൽ എത്രയാണ്? 4 ആണ്. 2/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5. അതാണ് എന്ത് വരിക? ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് വരിക. അതേപോലെ നമുക്ക് എന്ത് ചെയ്യും? സെക്കൻഡ് എലമെൻറ്റ് -0.25 കിട്ടും.
മൈനസ് 0.25 കിട്ടും, 0.25 ഇവിടെ ഇങ്ങനെ ഈ ഒരു സി എക്സ് നമുക്ക് കിട്ടും. ദാറ്റ് മീൻസ് കോവേരിയൻസ് മെട്രിക്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എയ്ഗൺ വാല്യൂസ് ആണ്. ഈ കോവേരിയൻസ് മെട്രിക്സിൻ്റെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എയ്ഗൺ വാല്യൂസ് കണ്ടുപിടിക്കണം. എയ്ഗൺ വാല്യൂസ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയുന്നതാണ് ഇക്വേഷൻ സി എക്സ് മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 ആയിരിക്കും എയ്ഗൺ വാല്യൂസ്. സോ ഐ എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് എയ്ഗൺ വാല്യൂസ് കണ്ടുപിടിക്കുമ്പം ഐഡൻറ്റിറ്റി മെട്രിക്സ് നമുക്കറിയാൻ പറ്റും. ഇവിടെ 1 വരുന്നത് അഥവാ എന്തായിരിക്കും, ഡയഗണൽ എലിമെൻസിൻ്റെ കേസിൽ മാത്രമേ 1 വരുള്ളൂ. സോ സി എക്സ് മൈനസ് ലാംഡ ഐ എന്നുള്ള ഫോമാറ്റ് ഏതിൽ വരുള്ളൂ, ഡയഗണൽ എലിമെൻസിൻ്റെ കേസിലേ വരുള്ളൂ, ബാക്കിയുള്ള എലിമെൻസിൻ്റെ കേസിൽ വരില്ല. സോ ഇവിടെ സി എക്സ് മൈനസ് ലാംഡ ഐ ആണ് നമ്മൾ ഇവിടെ സി എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഫസ്റ്റത്തത് 0.5 മൈനസ് ലാംഡ. അടുത്തത് ഇവിടെ എന്തേ വരുള്ളൂ, ഇതേ വരുള്ളൂ. കാരണം എന്താണ്, സി എക്സ് വാല്യൂ മാത്രമേ വരുള്ളൂ, മൈനസ് ലാംഡ ഐ എന്ന് വരില്ല. കാരണം എന്താണ്, ഇവിടുത്തെ ഐ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും, ഐൻ്റെ വാല്യൂ 0 ആയിരിക്കും. 0 ഇൻറ്റു ലാംഡ 0 ആയി പോകും. സോ സി എക്സ് എന്ത് വരും, മൈനസ് 0.25 മാത്രം അവിടെ വരും. ഈ ഒരു കേസിൽ അതേപോലെ തന്നെ സി എക്സിൻ്റെ വാല്യൂ മൈനസ് 0.25 മൈനസ് ലാംഡ ഇൻറ്റു 0 ആണ്. ദാറ്റ് മീൻസ് ഇത് മാത്രം മൈനസ് 0.25 മാത്രം. ഇവിടെ നോക്കൂ, ഇവിടെ കേസിൽ 0.25 മൈനസ് ലാംഡ ഇൻറ്റു 1 ആണ്. ദാറ്റ് മീൻസ് 0.25 മൈനസ് ലാംഡ എന്ന് വരും. സോ ഇത് 2/2 മെട്രിക്സ് നമുക്ക് കിട്ടി, ഈക്വൽ ടു 0 ആണ് നമുക്കറിയാം. ദെൻ ഇത് വെച്ചിട്ട് നമുക്ക് ലാംഡയുടെ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, 0.5 ഇൻറ്റു ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ലാംഡ സ്ക്വയർ മൈനസ് 0.75 ലാംഡ പ്ലസ് 0.625 എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ഇത് വഴി ചെയ്യാം, ഈക്വൽ ടു നമുക്കിത് കിട്ടും. സോ നമുക്കിങ്ങനെ കിട്ടും. ഇതിൽ നിന്ന് ഈ ഒരു ഇതെന്താണ്, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാംഡ 1 വാല്യൂ ലാംഡ 2 വാല്യൂ കിട്ടും. ഒരു ലാംഡയുടെ വാല്യൂ കിട്ടുക 0.6545 ആണ്, ഒരു ലാംഡയുടെ വാല്യൂ കിട്ടുക 0.09549 ആണ്. സോ ഇതിൽ നമ്മൾ ഹയർ ആയിട്ടുള്ള എയ്ഗൺ വാല്യൂ, ദാറ്റ് മീൻസ് ഏറ്റവും വലിയ എയ്ഗൺ വാല്യൂ എന്താക്കി എടുക്കുക, ലാംഡ 1 ആക്കിയിട്ട് എടുക്കുക. ദാറ്റ് മീൻസ് ലാംഡ 1 എപ്പോഴും എന്തായിരിക്കും, നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്, ലാംഡ 1 എപ്പോഴും ഗ്രേറ്റർ ദാൻ ലാംഡ 2. ഇനിയിപ്പോൾ ലാംഡ 3 ഉണ്ടെങ്കിൽ എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ലാംഡ, അങ്ങനെ ആ രീതിയിലായിരിക്കും വരിക. സോ ലാംഡ 1 എപ്പോഴും ലാംഡ 2നെക്കാട്ടിലും വലുതായിട്ടുള്ള രീതിയിൽ നമ്മൾ എടുക്കണം. സോ നമുക്കങ്ങനെ എയ്ഗൺ കിട്ടും വാല്യൂസ് ലാംഡ 1ഉം ലാംഡ 2ഉം കിട്ടി. ദെൻ നമുക്ക് എന്ത് ചെയ്യണം, ആ എയ്ഗൺ വാല്യൂസ് വെച്ചിട്ട് എയ്ഗൺ വെക്ടേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഞാൻ ആദ്യം ലാംഡ 1 ഈക്വൽ ടു 0.6545 വെച്ചിട്ട് എയ്ഗൺ വെക്ടർ നമുക്ക് ഇവിടെ 2 എയ്ഗൺ വെക്ടേഴ്സിലുള്ള വാല്യൂസ് കിട്ടും. ഈ നോട്ടും കിട്ടും, ഈ 1ഉം കിട്ടും. ഈ നോട്ട് നമുക്ക് എങ്ങനെ കിട്ടുക, ലാംഡ 1 വെച്ചിട്ടാണ്. ഈ 1 നമുക്ക് എങ്ങനെ കിട്ടുക, ലാംഡ 2 വെച്ചിട്ടാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ലാംഡ 1 വെച്ചിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ സി എക്സ് മൈനസ് ലാംഡ 1 നമുക്കറിയാം ഇൻറ്റു എക്സ്, ദാറ്റ് മീൻസ് എയ്ഗൺ വെക്ടറുമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്ത് വരണം, 0 വരണം. ഇതൊരു ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. അത് നമ്മളവിടെ പഠിച്ചതാണ്. സി എക്സ് മൈനസ് ലാംഡ ഐ, ദാറ്റ് മീൻസ് അവിടെയുള്ള ആ ഒരു ഇത് നമ്മൾ കണ്ടുപിടിച്ചതാണ്. ദാറ്റ് മീൻസ് ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിച്ചതാണ് ഈ ഒരു സംഭവം അല്ലേ. ഇതിൽ ലാംഡയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് എന്ത്, ഈ ഒരു സംഭവം. അത് ഇൻറ്റു എയ്ഗൺ വെക്ടർ എന്നാൽ 0 ആയിരിക്കും. സോ ഇത് നമുക്കറിയാം, ഇതിൻ്റെ ആൻസർ നമുക്കറിയാം. ദെൻ ഇൻറ്റു സംതിങ് ഇൻറ്റു ഈക്വൽ ടു 0 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എയ്ഗൺ വെക്ടേഴ്സ് കണ്ടുപിടിച്ചുകൂടെ. ഇതും അറിയാം. സോ നടുവിലുള്ള നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ സി എക്സ് മൈനസ് ലാംഡ ഐ നമുക്ക് ഇതിൽ അഥവാ ദാറ്റ് മീൻസ് ഈ ഒരു സംഭവം അല്ലേ, ഇതിൽ ലാംഡയുടെ വാല്യൂ ലാംഡ 1ൻ്റെ വാല്യൂ ദാറ്റ് മീൻസ് 0.6545 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഞാനിവിടെ എഴുതി. 0.5 മൈനസ് 0.6545, ദെൻ അതേപോലെ തന്നെ മൈനസ് 0.25, നേരത്തെ അതേ ചെയ്ത അതേപോലെ തന്നെ. ദെൻ എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം x1 x2 എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തു. എയ്ഗൺ വെക്ടർ ഇവിടെ 0 എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. എന്താണ് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഇൻറ്റു x1 മൈനസ് ഇത് ഇൻറ്റു x2 എന്നുള്ള രീതിയിൽ വരുമല്ലോ. ദെൻ അത് വന്നു, അത് ഈക്വൽ ടു എന്തായിരിക്കും, 0 ആണെന്ന് നമുക്കറിയാം. ഇത് ഇൻറ്റു ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇൻറ്റു ഇത് പ്ലസ് ഇത് ഇൻറ്റു ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു ഇതായിരിക്കും എന്നുള്ള രീതിയിൽ. സോ നമുക്ക് 0 കിട്ടും. 0 ഇതിന് നമുക്ക് എന്ത് പറ്റും, x1 ഈക്വൽ ടു എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് മീൻസ് x1 ഈക്വൽ ടു മൈനസ് 0.25 ബൈ 0.1545 x2 എന്ന് വരും. സോ ഇതിൽ നമുക്ക് x1 ഈക്വൽ ടു മൈനസ് 1.6181 x2 എന്ന് കിട്ടും. ഇവിടെ x2ൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, 1 കൊടുത്തു കഴിഞ്ഞാൽ x1 എന്താവും, മൈനസ് 1.6181 കിട്ടും. x2 എന്താവും,
1 ആവും. സബ്സ്റ്റിറ്റ്യൂഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ x1ഉം x2 അതിൽ നിന്ന് കിട്ടും. സോ ഇതാണ് ഫസ്റ്റ് eigen വെക്ടർ ആയിട്ട് ഈ നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ ലാംഡയുടെ സെക്കൻഡ് വാല്യൂ λ2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മളിപ്പോൾ പെർഫോം ചെയ്ത അതേ സ്റ്റെപ്പ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? eigen വെക്ടർ, മറ്റൊരു eigen വെക്ടർ E1 കിട്ടും. ദാറ്റ് മീൻസ് 0.6181 എന്നുള്ള രീതിയിലൊരു eigen വെക്ടറും കിട്ടും. ദെൻ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഈ രണ്ട് eigen വെക്ടേഴ്സ് യൂസ് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. എ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? eigen വെക്ടർ E0 ട്രാൻസ്പോസ് E1 ട്രാൻസ്പോസ് ആണ്. E0 ട്രാൻസ്പോസ് നമുക്കറിയാം, നമുക്ക് E0 ട്രാൻസ്പോസ് എന്താ കിട്ടിയത്? ഇങ്ങനെയാണ് കിട്ടിയത്, ഒരു കോളം മെട്രിക്സ് ആണ്. അതിന് E0 ഈ ഒരു കോളം മെട്രിക്സ് ആണ് കിട്ടിയത്. ട്രാൻസ്പോസ് ആണെന്നുണ്ടെങ്കിൽ എന്താവും? ഇതെന്താവും? ഒരു റോ മെട്രിക്സ് ആവും. ദാറ്റ് മീൻസ് -1.6181 എന്നുള്ള രീതിയിൽ വരും ട്രാൻസ്പോഷൻ ചെയ്യുമ്പോൾ. സോ നമുക്ക് എന്ത് കിട്ടും? -1.611 എന്ന് കിട്ടും. രണ്ടാമത്തെ എന്താണ്? 0.6181 എന്നുള്ളത് എന്താവും? 0.611 എന്നായി മാറും. ഓക്കെ, ഈ രീതിയിൽ വരും. സോ ഇതാണ് നമ്മളുടെ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ഇമേജിൻ്റെ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എ എന്ന് പറഞ്ഞാൽ. സോ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഈ eigen വാല്യൂസ് എന്താണ്? ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ eigen മെട്രിക്സ്, eigen വെക്ടർ E0 അഥവാ λ1 വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? eigen വെക്ടർ E0 കണ്ടുപിടിക്കുന്നത്. ദാറ്റ് മീൻസ് ഹയസ്റ്റ് വാല്യൂ ഓഫ് ലാംഡയാണ്. ദാറ്റ് മീൻസ് അതുപോലെ തന്നെ λ2 വെച്ചിട്ടാണ് eigen വെക്ടർ 1 കണ്ടുപിടിക്കുന്നത്, ലോവസ്റ്റ് വാല്യൂ ഓഫ് ലാംഡ. ദെൻ നമുക്ക് എന്ത് ചെയ്തു? ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ട്രാൻസ്ഫോർമേഷൻ പെർഫോം ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് y = a × x - μx എന്നുള്ള രീതിയിൽ നമുക്ക് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ എ ആണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തത്? കണ്ടുപിടിച്ചത്. അതിൻ്റെ കൂടെ ആ ഇമേജിൻ്റെ x - μx ഇതും കൂടി പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്ത്? y ഔട്ട്പുട്ട് ഇമേജ് നമുക്ക് കിട്ടും. ഇതാണ് ഇതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഹോട്ട്ലിങ്ക് ട്രാൻസ്ഫോർമേഷൻ ഇമേജ് ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, ഇത്രയാണ് പറയാനുള്ളത്. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സ്റ്റെപ്സ് ഉണ്ട് അല്ലേ? സോ ഈ ഇത്രയും സ്റ്റെപ്സൊക്കെ 6-7 സ്റ്റെപ്സൊക്കെ പെർഫോം ചെയ്തിട്ടാണ് ട്രാൻസ്ഫോർമേഷൻ പെർഫോം ചെയ്യുന്നത്. സോ ഇതെന്താണ്? കമ്പ്യൂട്ടേഷൻ ടൈം എന്താണ്? ഹൈ ആണ്. ഇതിൻ്റെ ഒരു ഡ്രോബാക്കാണ് കേട്ടോ. പൊതുവേ യൂസ് ചെയ്യൽ എന്താണ്? കുറവാണ്. കാരണം എന്താണ്? കമ്പ്യൂട്ടേഷൻ ടൈം ഹൈ ആയതുകൊണ്ട്. ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്.